നമസ്കാരം. കൊല്ലം ദേശീയപാതയിൽ കല്ലുവാതുക്കൽ പാറയിൽ ജംഗ്ഷനിൽ നടന്ന അപകടമാണ് സമുദ്രവിഷൻ പകർത്തിയത്. കല്ലുവാതുക്കൽ ദേശീയപാതയിൽ പാറയിൽ ജംഗ്ഷനിൽ ഏവിയേഷൻ ഫ്യൂൽ ടാങ്കറും വാഗണാറും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. വണ്ടി ഇടിച്ച് അങ്ങോട്ട് മാറിയേക്കേ. ഈ വണ്ടി ഇടിച്ച് കറക്കണമെങ്കിൽ അപ്പോൾ അതെന്തോത്ര സ്പീഡായിരിക്കും? ഈ വണ്ടി അവിടെ നിന്ന് ഇടിച്ച് കറക്കണമെങ്കിൽ, ഈ വണ്ടി ഇടിച്ച് കറങ്ങണമെങ്കിൽ വന്ന് നേരെ സ്പോട്ടിലിടിക്കുകയാണെങ്കിൽ ഈ വണ്ടി അവിടെ നിൽക്കത്തേ ഉള്ളൂ. സ്പോട്ടിലിടിക്കുകയാണെങ്കിൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ. ഇത് ഇടിച്ച് അത് ചിലപ്പോൾ നല്ല സ്പീഡായിരിക്കും. ഇടിച്ച് കറക്കി കളഞ്ഞു. കോട്ടയത്ത് നിന്നും തിരുവനന്തപുരം ആറ്റിങ്ങിലേക്ക് പോവുകയായിരുന്ന കോട്ടയം മണർക്കാട് സ്വദേശികളായ ജോഷി 53, ജയമോൾ 49, അഞ്ജന 18 എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത്. ഞാൻ ഇവിടെ ഒരു 15 മീറ്റർ റോഡിൽ നിന്ന് ഒരു 15 മീറ്റർ മാറി മുന്നോട്ട് സൈഡിലോട്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ സൗണ്ട്, ടയറിൻ്റെ വെടിയുടെ സൗണ്ടാണ്, ടയർ വെടിയേക്കുന്ന സൗണ്ടാണ് ആദ്യം കേട്ടത്. പറയുന്നതിന് മുമ്പ് അടുത്ത വണ്ടി വന്ന് ഈ വണ്ടി എന്ന് എനിക്ക് ഇതായതുകൊണ്ട് കാണാൻ പറ്റില്ല. വണ്ടികൾ ഒരുപാട് ബ്ലോക്കായി, ഒരുപാട് വണ്ടികൾ കയറി വരികയില്ല. അപ്പോൾ ഈ വണ്ടി ഏത് വണ്ടിയാണ് ഇടിച്ചത് ഈ സൈഡിൽ കിടക്കുന്നതുകൊണ്ട് ഈ വണ്ടിയുടെ നീളം അനുസരിച്ച് നമുക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ കുറുക്കുവിളി കേട്ടോണ്ടാണ് നമ്മൾ വണ്ടി തട്ടിയത്. ഭയങ്കര സൗണ്ടായിരുന്നു. വാഹനത്തിനകത്ത് എത്ര പേരുണ്ടായിരുന്നു? 3 പേര്. ഒരു ചേട്ടൻ്റെ കാല് ചിരട്ടയുടെ ഭാഗം കൊണ്ട് ഒടിഞ്ഞു പോയി. മറ്റവർക്കുള്ള ഒരു കൊച്ചിൻ്റെ കൈ ചെറിയ കംപ്ലൈൻ്റ് ഉണ്ട്. ബാക്കിൽ ഇരുന്ന ചേച്ചിക്ക് കംപ്ലൈൻ്റ് ഉണ്ടോയെന്ന് അറിയാൻ വയ്യ. ആറ്റിങ്ങൽ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് പോകും വഴിയാണ് കാർ അപകടത്തിൽപ്പെട്ടത്. എതിർദിശയിൽ നിന്നും വന്ന ടയർ പഞ്ചറായ ഏവിയേഷൻ ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് ആറ്റിങ്ങലേക്ക് പോകുകയായിരുന്ന കാറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ഈ വലിയ വണ്ടിയുടെ കുഴപ്പം കാരണം ടയർ വെടിയായെന്നാണ്. അങ്ങനെ വണ്ടി കയ്യിൽ നിന്ന് പോയതാണ്. അത് പോകാനേ സാധ്യതയുള്ളൂ. കാരണം ഞാനൊരു ഡ്രൈവറാണ്. ഒരു വണ്ടി ഫ്രണ്ട് ടയർ വെടിയായാൽ വണ്ടി നമ്മളെ കയ്യിൽ നിന്ന് പോകും. കയ്യിൽ നിന്ന് ഒന്നീ വലത്തോട്ട് പോലെ ഇടത്തോട്ട് പോകും. പിന്നെ അദ്ദേഹം പിടിച്ചാണ് ഇടത്തോട്ടാക്കിയേക്കുന്നത്. വണ്ടി ഇടിച്ച് അങ്ങോട്ട് മാറിയേക്കേ. ഈ വണ്ടി ഇടിച്ച് കറക്കണമെങ്കിൽ അപ്പോൾ അതെന്തോത്ര സ്പീഡായിരിക്കും? നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തുകയും ഉടൻ തന്നെ പരിക്കേറ്റവരെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. പാരിപ്പള്ളി പോലീസ് എത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു.